ആ ദേ ഒന്ന്. ഞാൻ ആലീസ്. ഇത് എന്റെ ഇച്ചായൻ ജോർജ് കുട്ടി, ഡോക്ടർ. പവിത്രൻ ചേട്ടൻ പറഞ്ഞായിരുന്നു. വാ കേറുക. അല്ല നിക്കൂ. കേറ്. ഒരു മിനിറ്റ്, പവിത്രൻ ചേട്ടൻ വിളിക്കുന്നു. ഹലോ എന്തായി? വന്നു ചേട്ടാ. നീ ഡോക്ടറെയും ആലീസിനെ കണ്ടായിരുന്നോ? കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ? ആ പിന്നെ അവര് രണ്ടുപേരും രണ്ട് രീതിയിലുള്ള ആൾക്കാരാ. അതൊക്കെ കണ്ടു വേണം നീ നിന്നോണം. ശരി ചേട്ടാ. നിന്റെ ആ സ്ഥിരം നമ്പർ ഉണ്ടല്ലോ, അതൊന്നും അവിടെ കിടന്ന് കാണിക്കരുത്. ആലീസ് നിന്റെ ചെവിയുടെ കല്ലടിച്ച് പൊട്ടിക്കും. ആണോ? അല്ല, നിനക്കിട്ട് രണ്ട് കിട്ടുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ല, പിന്നെ ഞാൻ അവിടെ വരാൻ നേരത്ത് അവരെന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിക്കും. ആണോ? നിനക്കറിയാമല്ലോ, യോഗന്നാൻ സാറിന്റെ വീട്ടിൽ നിന്നെ പറഞ്ഞു വിട്ടത് എന്തിനാന്ന്? അതിനി ആവർത്തിക്കരുത്. ശരി ചേട്ടാ. കേറ്. താങ്ക് യു. ചാരുലത. അതെ, പക്ഷെ ഞങ്ങള് ചാരൂന്ന് വിളിക്കും. അയ്യോ എന്റെ വീട്ടിലും അങ്ങനെ വിളിക്കാറുണ്ട്. ആണോ? ചാരുലത ഏതുവരെ പഠിച്ചിട്ടുണ്ട്? +2 കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രിക്ക് പ്രൈവറ്റ് ആയിട്ട് ചേർന്നിരിക്കുക. ഗുഡ്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ. അതുകൊണ്ടാ ഞാൻ ജോലിക്ക് ഇറങ്ങിയത്. 4 വീട്ടിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, 3 മണിക്കൂർ വീതം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ പോയാൽ മതി. വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയാ വൈകുന്നേരം വരെ നിൽക്കുകയും വേണം. ഇതുപോലെ ശമ്പളവും കിട്ടത്തില്ല. അതുകൊണ്ടാ. പിന്നെ ചാരുലത, എപ്പോഴും ഈ വീട്ടിലെ സിറ്റുവേഷൻ ഇതുപോലെ ആയിരിക്കില്ല. ഇവളുടെ സ്വഭാവം എപ്പോഴും വേണമെങ്കിലും മാറാം. അപ്പൊ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ നിന്ന ചാരുലതയ്ക്ക് നല്ലത്. അതൊക്കെ ഇച്ചാൻ ഇപ്പൊ അങ്ങനെ സംസാരിച്ചത്? അല്ല, ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എന്ത് കുഴപ്പം ഇവിടെ ഉണ്ടാക്കുന്നത്? അല്ലേലും ഇച്ചാന്റെ സ്ഥിരം പരിപാടിയാ. ആരെങ്കിലും ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ അങ്ങ് കളിയാക്കും. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്ന ആലീസ്? ഞാൻ ഒരു കുറവും വായിച്ചില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഒരു വലിയൊരു ഡോക്ടർ വന്നേക്കുന്നു. അയ്യോ, ചേച്ചി പിണങ്ങിയാണോ പോയത്? ഇത് ഇവിടുത്തെ സ്ഥിരം സീനാ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി ഇണങ്ങിയൊക്കെ ചെയ്യും. ഭാര്യയും ഭർത്താവുമ്പോ അങ്ങനെയൊക്കെ അല്ലേ. ചാരുലതയ്ക്ക് ബോറടിക്കുന്നെങ്കിൽ പറയണം. അതെ ചാരുലത, അവിടെയാണ് അടുക്കള. ചെന്നാ ചേച്ചി പേടിച്ചു പോയാ? പേടിക്കണ്ട കേട്ടാ. അതെ, ഈ ആണുങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങ് വകവെച്ച് കൊടുത്താലേ ഈ ആണുങ്ങൾ നമ്മുടെ തലക്ക് കയറിന്ന് നിരങ്ങും. പറയാനുള്ളത് ആരോടാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞേക്കണം. നീ എന്താ ഇവിടെ ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന ജോലികൾ മാത്രം നീ ചെയ്താൽ മതി. പിന്നെ ഇച്ചായന്റെ കാര്യമൊന്നും നീ നോക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് തുടങ്ങിയാലോ? ആദ്യം നീ ഈ പാത്രം മൊത്തം കഴുകണം, എന്നിട്ട് ഇവിടെയൊക്കെ മൊത്തം തുടച്ചിടണം. പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ വന്ന് പറയാം. ശരി കേട്ടാ? അയ്യോ, ഇത്രയും പാത്രവും നെയിൽ പോളിഷ് മൊത്തം ഇളവും തോന്നണല്ലോ. പിണങ്ങിയ ഇങ്ങോട്ട് നോക്കിക്കേ. ഞാനൊരു നമ്പർ ഇട്ടതല്ലേ, അതുപോലെ ഇച്ചാന് മനസ്സിലായില്ലേ? ഇച്ചായ അവളുടെ മുമ്പില് നമ്മൾ ഇപ്പൊ താന്ന അവള് നമ്മുടെ തലയിൽ കയറി ഇരുന്ന് നിരങ്ങും. അതായിരുന്നു. ആ